കേൾക്കാൻ പോകുന്ന വീട്ടമ്മയുടെ ശബ്ദം മലയാളികളുടെ എല്ലാം മനസ്സാണ്. പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ എന്ന പ്രദേശം ഈ വീട്ടമ്മ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പരിചയമുള്ള ഒരു മനുഷ്യരും അവിടെയില്ല. എന്നിട്ടും ഈ വീട്ടമ്മയുടെ മനസ്സ് മുഴുവൻ മുണ്ടക്കൈയിലാണ്. മുണ്ടക്കൈയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് പത്തനംതിട്ട റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭ്യർത്ഥനയ്ക്ക് റാന്നി സ്വദേശിനിയായ ഈ വീട്ടമ്മ നൽകിയ മറുപടി ഒരാപത്ത് വരുമ്പോൾ മലയാളികൾ ഒന്നിച്ചു നിൽക്കും എന്നതിന്റെ ഉദാഹരണമാണ്. പ്രകാശേ, ഞാനൊരു 10,000 രൂപ തരാം. പിന്നെ കൊന്നപ്പിള്ളച്ചേട്ടന്റെ അവിടുന്ന് ഒരു ചാക്ക് അരിയും എടുത്തോളാം, ഞാൻ പൈസ കൊടുത്തോളാം. 2018 മഹാപ്രളയമുണ്ടായപ്പോൾ പമ്പാ നദിയിൽ നിന്നും വെള്ളം കയറി റാന്നി മുഴുവൻ മുങ്ങിപ്പോയിരുന്നു. അന്ന് റാന്നിക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നുമായൊക്കെ എത്തിയത് മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു. വീടുകളിലെ ചെളി കോരി വൃത്തിയാക്കിയത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ. ആ ഓർമ്മ ഓരോ റാന്നിക്കാരനിലുമുണ്ട്. മുണ്ടക്കൈയിൽ ഒരാപത്ത് സംഭവിക്കുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളും വസ്ത്രങ്ങളും മരുന്നുമെല്ലാം തങ്ങൾ റാന്നിക്കാർ എത്തിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശ് കുഴിക്കാല പറഞ്ഞു. ഇന്ന് വയനാട്ടിൽ നടന്ന ഈ വലിയ മഹാപ്രളയത്തിൽ അവർക്ക് ഒരു കൈത്താങ്ങായി ഞങ്ങൾ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തൊട്ടടുത്തൊരു ദിവസം ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പോകാനിരുന്നതാണ്. അപ്പോൾ പുറത്തുനിന്നും ആളുകളൊന്നും തന്നെ അങ്ങോട്ട് ചെല്ലരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഈ സാധനം അവിടെ എത്തിക്കും. ഞങ്ങളെ കഴിയുന്ന ഒരു കൈത്താങ്ങായി ഞങ്ങൾ ജനങ്ങളെ സഹായിക്കും. വയനാട്ടിലുള്ള ജനങ്ങളെ ഞങ്ങൾ മാറോട് ചേർത്ത് പിടിക്കും, യാതൊരു സംശയമുണ്ട്. അതിന് എല്ലാ റാന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജനങ്ങളും അതിന് സന്നദ്ധരാണ്. പല ആളുകളും ഇപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അരി തരാം, അതുപോലെ വസ്ത്രങ്ങൾ തരാം, അത് മറ്റ് സാധനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉറപ്പായിട്ടും അതെല്ലാം ശേഖരിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോവുകയാണ്. പ്രളയക്കെടുതികളിൽ നിന്നും കരകയറാൻ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരുടെ പിന്തുണ റാന്നിക്കാരെ ഒരുപാട് സഹായിച്ചിരുന്നു. പ്രകൃതി ദുരന്തം അനുഭവിച്ചവർക്ക് അതിന്റെ വേദന മറ്റാരേക്കാളും നന്നായി അറിയാം.